ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. രാത്രി ആനേനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളൊക്കെ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കിടക്കാനുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ മലക്കപ്പാറ പോയാലോ എന്നൊരാഗ്രഹം. അങ്ങനെ ഞാനും മിഥുൻ ചേട്ടനും ഗാരിസ്റ്റനും പിന്നെ ആൽഫ്രഡും കൂടി മലക്കപ്പാറയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ട് കുളിച്ച് സെറ്റപ്പൊക്കെ ആയിട്ട് വെറ്റിലപ്പാറ ബ്രിഡ്ജിൽ നിന്നാണ് മൂവ് ചെയ്തത്. വെറ്റിലപ്പാറ ബ്രിഡ്ജിലാണല്ലേ 3 മണിട്ടാ. ഞങ്ങൾ ആനയും മൃഗങ്ങളെയും കാണാനായിട്ട് പോകാൻ പോവുകയാണ്. പോണ വഴിക്ക് ചെറുതും വലുതായിട്ട് ഒരുപാട് മൃഗങ്ങളെ കണ്ടു കേട്ടോ. ഏറ്റവും കൂടുതൽ കണ്ടത് മ്ലാവിനെയാണ്. അവിടെ അതിനൊരു ക്ഷാമമില്ല, എവിടെ തിരിഞ്ഞാലും മ്ലാവാണ്. ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കണ്ണുകൾ കാണാം, ഫുള്ള് മ്ലാവായിരിക്കും. പിന്നെ ഹൈറ്റൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് അതിൻ്റെ മറ്റേ വല്ല മരപ്പട്ടിയോ മുയലോ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടാവുക. എന്നാലും കുറേ മൃഗങ്ങളെ കണ്ടിരുന്നു അന്ന് രാത്രി. പിന്നെ നമ്മൾ ലേറ്റ് ആക്കും തോറും നമ്മുടെ ചെക്ക് പോസ്റ്റിലെ ക്യൂ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം അവിടെ നമ്മൾ 6 മണിക്ക് ആ ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ ഫസ്റ്റ് വണ്ടിയായിട്ട് പോയാലേ നമുക്ക് നല്ല രീതിയിൽ ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ബാക്കി സമയത്ത് വലിയ വലിയ വണ്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ അവർ ഹോണൊക്കെ അടിച്ചിട്ടാണ് കണ്ടിന്യൂ ആയിട്ട് മൂവ് ആവുക. അപ്പോൾ ഇവരൊക്കെ കാട്ടിലേക്ക് കയറി പോവും. പിന്നെ നമ്മൾ പോകുമ്പോഴേക്കും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും 6 മണിക്ക് തന്നെ ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്യുന്നത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 6 മണിയുടെ മുന്നേ തന്നെ ചെക്ക് പോസ്റ്റ് എത്തി. ഏകദേശം ഒരു 5:55 ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ചെക്ക് പോസ്റ്റിൽ. കുറേ വണ്ടികളൊക്കെ നേരത്തെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ചായയൊക്കെ കുടിക്കാം. നമ്മുടെ മിഥുൻ ചേട്ടൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം. ഒരാൾ ടോർച്ച് അടിച്ചിട്ട് മുകളിൽ നിന്ന് താഴ്ത്തിക്ക് വരുന്ന കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വണ്ടി എടുക്കുക. കാരണം അയാളാണ് ആ ചെക്ക് പോസ്റ്റ് തുറക്കേണ്ട ആൾ, വേറെ ആരും ആ വട്ടത്തിലുണ്ടാവില്ല. അങ്ങനെ ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ നമ്മൾ ആ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു മുന്നിൽ. ആ ട്രക്കിനെ എൻ്റെയോട് ചേർന്നിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പം നമ്മൾ ആദ്യത്തെ വണ്ടിയായിട്ട് കയറാൻ പറ്റി. ബോർഡ് ഇവിടെ ഫോറസ്റ്റായിട്ട് എന്നും കച്ചറയാണ്, ഇവർക്ക് തുറക്കാൻ പറ്റില്ല. ഫസ്റ്റ് വണ്ടി നമ്മുടെ ഫസ്റ്റ് വണ്ടി ഗോപ്രോയിൽ റെക്കോർഡാവട്ടെ. ഫസ്റ്റ് വണ്ടി റെക്കോർഡിങ്ങല്ലേ? ചെക്ക് പോസ്റ്റാണ്. ഇതാണ് നമ്മുടെ വാഴ്ചാൽ ചെക്ക് പോസ്റ്റിൽ ആദ്യത്തെ വണ്ടി കേട്ടോ. നമ്മള് ഫസ്റ്റ് വണ്ടി രണ്ട് മുള്ളിനുള്ള ഇരിക്കണേ. വണ്ടി ചപ്പണ്ടി പേര് കൊടുക്കണം. പിന്നെ ഫസ്റ്റ് വെഹിക്കിൾ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യത്തെ വണ്ടിയായിട്ട് തന്നെ കയറി കേട്ടോ. സെക്കൻഡ് ചെക്ക് പോസ്റ്റ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അതിനകത്ത് എൻ്ററായി. രാവിലെ തണുപ്പും മഞ്ഞും കൂടി ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, വേറെ തന്നെ ലെവലാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഭയങ്കര രസമായിരുന്നു. കാരണം ഇരുട്ടി ആ വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റി കേട്ടോ. നല്ല സുന്ദരിയായിട്ടുള്ള 2 ആനയും അതിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇടയിൽ. കുട്ടീനെ വീഡിയോയിൽ കാണില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുണ്ട്. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ആനേനെ കാണാൻ. ഒരുപാട് ആഗ്രഹിച്ചാണ് ഞങ്ങൾ മലക്കപ്പാറ പോയത് തന്നെ ആനേനെ കാണുന്നില്ല. ഭാഗ്യത്തിന് ആനേനെ കാണാൻ പറ്റി. ഈ ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഇതിന് മുന്നേ ഞാൻ കബനിയൊക്കെ പോയ സമയത്ത് പേ ചെയ്ത് പോയിട്ട് പോലും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഡിപ്പെൻസാണ്, ചിലപ്പോൾ നമുക്ക് കാണാം, ചിലപ്പോൾ കാണാൻ പറ്റില്ല. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഇതുപോലെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ പ്രലോഭിപ്പിക്കാണ്ട് ഡീസൻ്റായിട്ട് ജസ്റ്റ് കാണുക. അവർക്ക് സുഖമില്ലെന്ന് തോന്നിയാൽ നമ്മളവിടെ നിന്ന് മൂവ് ചെയ്യുക. അവർ കംഫർട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്കവിടെ നിന്ന് ആസ്വദിക്കാം. പക്ഷെ അവർ ചില സൈൻസൊക്കെ കാണിക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകാൻ നല്ലത്. അപ്പോൾ ചില ആൾക്കാർ ഇറങ്ങിപ്പോയി ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എറിയുക, വലിയ സൗണ്ട് ഉണ്ടാക്കി ഇതാക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ അവരെ ആസ്വദിച്ചതിന് ശേഷം അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ നിന്ന് നീങ്ങിയിട്ടോ. ആനക്കയം ബ്രിഡ്ജ് വഴിയാണ് പോയത്. അവിടെ തീരെ സിഗ്നൽ കിട്ടില്ല. സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് തന്നെ ആർക്കും നമ്മൾ വിളിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ കണ്ടംപൂട്ടൽ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ മിഥുൻ ചേട്ടൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ആൽഫ്രഡിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ പിന്നെ 2 വീലാണ്, ജസ്റ്റ് ട്രൈ ചെയ്യാന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ ഫർദറായിട്ട് പോയില്ല, കുറച്ച് ദൂരം കൂടെ പോയിട്ട് തിരിച്ചു വരിക ചെയ്തത്. നമ്മൾ രാവിലെ മലക്കപ്പാറ പോണ സമയത്ത് ആംബിയൻസ് ആയിരുന്നില്ല തിരിച്ചു വരുമ്പോൾ കേട്ടോ. ഫുൾ തിക്കും തിരക്കും ആൾക്കാരൊക്കെ ആയിട്ട് നമുക്കൊരു ആ ഒരു സുഖം തോന്നിയില്ല തിരിച്ച് വരുന്ന സമയത്ത്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണേ, അവിടുത്തെ മൃഗങ്ങൾക്ക് എന്തായിരിക്കില്ല തോന്നുന്നുണ്ടാവുക. ഇതാണ് കേട്ടോ ചാപ്ര വാട്ടർഫോൾസ്. അവിടെ എന്തൊരു ബ്രിഡ്ജൊക്കെ പണിയുണ്ട്. മേ ബി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ തിരിച്ചെത്തി നമ്മുടെ ടീമായിട്ട് ജോയിൻ ചെയ്തു. ലേറ്റ് ആക്കേണ്ട നമ്മൾ കണ്ടംപൂട്ടൽ പരിപാടിക്ക് വിട്ടു കേട്ടോ. ആ സമയത്തൊരു ട്രെൻഡായിരുന്നു അത്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സ്ഥിരം ഓരോ ക്ലബിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിരുന്നു. അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ പരിപാടിക്ക് പോയത്. അങ്ങനെ പോണ വഴിക്ക് ജിപ്സൻ്റെ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് കാണിച്ചു. നോക്കുമ്പോൾ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു വണ്ടിക്ക്, എൻജിനകത്ത് വെള്ളം കയറി, അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വണ്ടി നമ്മൾ പോണ വഴിക്ക് വർക്ക്ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെയാണ് പോയത്. അങ്ങനെ നമ്മുടെ ടീമിൽ ഓരോരുത്തരായിട്ട് കണ്ടംപൂട്ടൽ പരിപാടി തുടങ്ങിയിട്ടാണ്. വിചാരിച്ചൊക്കെ കൂടുതൽ സ്ലഷ് ഉണ്ടായിരുന്നു അവിടെ, ചെറിയ മഴയുണ്ടായിരുന്നു. ഏകദേശം ടയറിൻ്റെ ഒരു ഹാഫ് പോർഷൻ പൂന്തിയിട്ടാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റിലൊന്നും കണ്ടിരുന്ന പോലെ വല്ലാത്ത ഡ്രിഫ്റ്റിംഗ് ഒന്നും പറ്റിയിരുന്നില്ല, കാരണം എത്രമാത്രം ചേറുണ്ടായിരുന്നു അവിടെ. എങ്കിലും നമ്മളെല്ലാവരും വണ്ടി ഇറക്കി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി. എൻ്റെ 2 വീലായതുകൊണ്ട് എനിക്ക് ഇറക്കാൻ പറ്റിയിരുന്നില്ല ആദ്യം. അപ്പോൾ അവരൊക്കെ ഇറക്കി ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്തു. ആരും കുടുങ്ങിയതൊന്നുമില്ല കേട്ടോ. എല്ലാവരും അവർ തന്നെ സെൽഫ് ലൈനെ കയറി പോരുക ചെയ്തത്. ഇവരൊക്കെ വണ്ടി ഇറക്കിയപ്പോഴത്തേനും എനിക്കും വണ്ടി ഇറക്കുന്നത് ഭയങ്കര ഇതായിട്ടോ. പക്ഷേ നമ്മുടെ 2 വീലായതുകൊണ്ട് ഒരിക്കലും കയറില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ ഇതായിരിക്കുമ്പോഴാണ് ശരി എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് റിവേഴ്സ് ഇട്ടിട്ട് കയറ്റി വെക്കാന്നുള്ളൊരിതായത്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, 2 വീലായതുകൊണ്ട് തന്നെ വണ്ടി തിരിഞ്ഞളിക്കുക എന്നല്ലാണ്ട് കയറിപ്പോരുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ടീമിനെ തന്നെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്ത്. കുടുങ്ങിക്കഴിഞ്ഞാൽ എടുക്കാൻ ആളുടെ ഉറപ്പായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി.
അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വണ്ടിപ്രാന്തന്മാരുടെ ഓരോ പ്രാന്ത് നല്ല എന്താ പറയുക, ഇറക്കി ഒരുവിധം എല്ലാവർക്കും ഹൗസിങ്ങിൽ വെള്ളം കയറലും ചളി കയറലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടി അധികം ഇറക്കാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അധികം വൈകാതെ തന്നെ എൻ്റെ നാട്ടിലേക്ക് പോയി. കാരണം എനിക്ക് 2 ദിവസം കൂടി ഉണ്ടായിരുന്നു തിരിച്ചു വരാനായിട്ട്. എൻ്റെ ആ കൊല്ലത്തെ ലാസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ അത്. പെരുമഴയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ. ഫുൾ ചളിയായിട്ട് ഭയങ്കര സെറ്റപ്പായിരുന്നു. വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ അത്. ഫുള്ള് ചളിയായിട്ട് ചളിയിൽ മുക്കിയെടുത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ മസ്റ്റായിട്ട് ഞാൻ ആ കൊല്ലം വെക്കേഷൻ മീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ബൊലേറോ തന്നെ എടുക്കാൻ സഹായിച്ച അനസിനെയും അതേപോലെ നമ്മുടെ ജീപ്പിൻ്റെ വർക്കൊക്കെ ചെയ്തെന്ന അജയും പിന്നെ അനസിനെ എന്നെ കണക്ട് ചെയ്ത സാബിത്തിനൊക്കെ എനിക്ക് കാണാൻ പറ്റി. അതോടുകൂടി ആ കൊല്ലത്തെ വെക്കേഷൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ വണ്ടി ക്ലീൻ ചെയ്യലും പിന്നെ പാക്കപ്പ് ആയിരുന്നു ബാക്കി പരിപാടി. അങ്ങനെ ഇക്കൊല്ലത്തെ കത്തികളൊക്കെ കഴിഞ്ഞു. വളരെ സങ്കടത്തോടുകൂടി വണ്ടിയൊക്കെ കഴുകി കൊണ്ടുവന്നു കയറ്റിടാൻ പോകണം. എന്തായാലും എല്ലാത്തൊരു വിഷമമുണ്ടോ നിങ്ങൾക്ക് വിട്ടിട്ട് വരിക പറയുമ്പോൾ. ഞാൻ ഈ വണ്ടി എടുത്തത് മുതൽ ഇതിൽ ട്രാവൽ ചെയ്ത കംപ്ലീറ്റ് സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ യാത്ര ചെയ്തപ്പോഴും ഈ വണ്ടി എനിക്ക് തന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ ഞാനൊരു ഓവർലാൻഡ് എക്സ്പെഡീഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊന്ന് കസ്റ്റമൈസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട് നെക്സ്റ്റ് വരാൻ പോണ്. അങ്ങനെ അക്കൊല്ലത്തെ വെക്കേഷൻ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. ഇതിനകത്ത് ഇതേപോലെ ഇപ്പോൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ടയർ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണില്ല കേട്ടോ. അപ്പോൾ എന്ത് കൊണ്ടല്ല, കാരണം കറക്റ്റ് 12 ഇത് കവറേജ് വരും ചെയ്യും. പിന്നെ അത് അടിക്കണമെങ്കിൽ ബൈക്ക് അടിക്കാൻ നല്ല രസമാണ്. എമൗണ്ട് നമ്മൾ ഇതിനടിയിലാണ് ഹോൾ വരുന്നത്. കഴിച്ച് കാരണം സൈഡിലാണ് നമ്മളെ ഹോൾ വരും. അപ്പോൾ